പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ. ഈ ചാനൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കും. പുതിയതായി കേട്ടു തുടങ്ങുന്നവർ ഉൽപ്പത്തി പുസ്തകം 1 മുതലുള്ള എല്ലാ അധ്യായങ്ങളും കേട്ട് ദൈവാനുഗ്രഹത്തെ പ്രാർത്ഥിക്കുക. ഒപ്പം എനിക്ക് വേണ്ടി കൂടി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥനാ നിർഭരമായ സഹകരണവും സഭയെ പ്രതീക്ഷിച്ചുകൊണ്ട് സംഖ്യാപുസ്തകം 13-ാം അധ്യായം. കാനാൻ ദേശം ഉറ്റുനോക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഞാൻ ഇസ്രായേലിന് നൽകുന്ന കാനാൻ ദേശം ഉറ്റുനോക്കാൻ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ നേതാവിനെ അയക്കുക. കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് പാറാൻ മരുഭൂമിയിൽ നിന്ന് മോശ അവരെ അയച്ചു. അവർ ഇസ്രായേലിലെ തലവന്മാരായിരുന്നു. അയച്ചത് ഇവരെയാണ്: ബൻ ഗോത്രത്തിൽ നിന്നും സക്കൂറിന്റെ മകൻ ഷമ്മൂ, ശിമയോൻ ഗോത്രത്തിൽ നിന്ന് ഹോരിയുടെ മകൻ ഷാഫാത്ത്, യൂദാ ഗോത്രത്തിൽ നിന്ന് യെഫൂനിയുടെ മകൻ കാലേബ്, ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് ജോസഫിന്റെ മകൻ ഈഗാൽ, എഫ്രായിം ഗോത്രത്തിൽ നിന്ന് നൂനിന്റെ മകൻ ഫറാഷേയ, ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നും ഹൂവിന്റെ മകൻ പൽത്തി, സെബൂലൂൻ ഗോത്രത്തിൽ നിന്നും സോദിയുടെ മകൻ ഗദീദേൽ, ജോസഫിന്റെ നോസ്ലയുടെ ഗോത്രത്തിൽ നിന്ന് സൂസിയുടെ മകൻ ഗദ്ദീം, ദാൻ ഗോത്രത്തിൽ നിന്ന് ഗമലിയുടെ മകൻ അമീയേൽ, ആഷേർ ഗോത്രത്തിൽ നിന്ന് മിഖായേലിന്റെ മകൻ സെത്തൂർ, നഫ്താലി ഗോത്രത്തിൽ നിന്ന് വോഫിയുടെ മകൻ നഫ്തി, ഗാദ് ഗോത്രത്തിൽ നിന്ന് മാക്കിയുടെ മകൻ ഗവുബേൻ. ദേശം ഉറ്റുനോക്കാൻ മോശ അയച്ചവരാണ് ഇവർ. നൂനിന്റെ മകൻ ഹെഷയായിക്ക് മോശ ജോഷുവ എന്ന പേര് കൊടുത്തു. ചാരവൃത്തിക്ക് അയക്കുമ്പോൾ മോശ അവരോട് ഇങ്ങനെ പറഞ്ഞു: ഇവിടെ നിന്നും നെഗേബിലേക്കും തുടർന്ന് മലമ്പ്രദേശത്തേക്കും പോകുവിൻ. നാട് ഏതു വിധമുള്ളതാണ്? അവിടുത്തെ ജനങ്ങൾ ശക്തരോ ബലഹീനരോ? അവർ എണ്ണത്തിൽ കുറവോ കൂടുതലോ? അവർ വസിക്കുന്ന സ്ഥലം നല്ലതോ ചീത്തയോ? അവർ വസിക്കുന്ന നഗരങ്ങൾ വെറും കൂടാരങ്ങളോ മതിൽ കെട്ടി ഉറപ്പിച്ചതോ? ഭൂമി ഫലഭൂഷ്ടിയുള്ളതോ അല്ലാത്തതോ? വൃക്ഷസമ്പത്തുള്ളതോ ഇല്ലാത്തതോ എന്ന് പരിശോധിക്കണം. ധൈര്യം അവലംബിക്കുകയും ആ ദേശത്ത് നിന്ന് കുറച്ച് ഫലങ്ങളും കൊണ്ടുവരണം. മുന്തിരി പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു അത്. അവർ പോയി സീൻ മരുഭൂമി മുതൽ ഹമാത്തിന്റെ കവാടത്തിനടുത്ത് റഫോബ് വരെയുള്ള പ്രദേശം രഹസ്യമായി നിരീക്ഷിച്ചു. അവർ നെഗേബ് കടന്ന് ഹെബ്രോനിലെത്തി. അവിടെ സനാക്കിന്റെ പിന്തുടർച്ചക്കാരായ അഹിമാൻ, ഷേഷായി,
തൽമായി എന്നിവർ വസിച്ചിരുന്നു. ഹെബ്രോൺ ഈജിപ്തിലെ സേവാനിനേക്കാൾ 7 വർഷം മുമ്പ് പണിതതാണ്. അവർ എഷ്കോൾ താഴ്വരയിൽ നിന്ന് ഒരു മുന്തിരിക്കൊമ്പ് കൊലിയോടുകൂടി മുറിച്ചെടുത്തു. 2 പേർ കൂടി തണ്ടിന്മേൽ ചുമന്നുകൊണ്ടുപോന്നു. കുറെ മാതളപ്പഴവും അത്തിപ്പഴവും അവർ കൊണ്ടുവന്നു. ഇസ്രായേൽക്കാർ മുന്തിരിക്കുല മുറിച്ചെടുത്തത് നിമിത്തം ആ സ്ഥലത്തിന് എഷ്കോൾ താഴ്വര എന്ന് പേര് കിട്ടി. 40 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം അവർ മടങ്ങി. അവർ പാരാൾ മരുഭൂമിയിലുള്ള കാദേശിൽ വന്ന് മോശയെയും അഹ്റോനെയും ഇസ്രായേൽ ജനം മുഴുവനെയും വിവരം അറിയിച്ചു. ആ ദേശത്തെ പഴങ്ങൾ കാണിക്കുകയും ചെയ്തു. അവർ അവനോട് പറഞ്ഞു, നീ പറഞ്ഞു അയച്ച ദേശത്തെ ഞങ്ങൾ ചെന്ന് പാലും തേനും ഒഴുകുന്നതാണ് അത്. ഇതാ അവിടുത്തെ പഴങ്ങൾ. എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. മാത്രമല്ല അനാക്കിന്റെയും വർഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു. അമലേക്കിയർ നെഗബിലും ഹിത്യരും ജബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിലും കാനാന്യർ കടലോരത്തും ജോർദാൻ തീരത്തും വസിക്കുന്നു. മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലേബ് പറഞ്ഞു, നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല. അവർ നമ്മേക്കാൾ ശക്തരാണ് എന്ന് അവനോടുകൂടി പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഉറ്റുനോക്കിയ ശേഷം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ്. അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അതികായന്മാർ. നെഫിലിമിൽ നിന്ന് വന്ന അനാക്കിന്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കണം. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി.